ഈ വീഡിയോ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാകും. ഞാൻ വെറുതെ നോക്കുമ്പോൾ ഉണ്ട് അവൾ ആ ഒരു പാട്ട് ഓൺ ചെയ്ത് വെച്ചിട്ട് കളിക്കുന്നതായിട്ട്. ആദ്യം വിചാരിച്ചു പാട്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ കുട്ടികൾ തുള്ളൂല, അങ്ങനെയാണെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ആ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് അതിൽ നോക്കിയിട്ട് അതിൻ്റെ അകത്ത് മൂവ്മെൻറ്റ്സ് ഒക്കെ അതേപോലെ തന്നെ പുള്ളിക്കാരി ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നേ. ആദ്യം ഒന്ന് ഞാൻ കണ്ടു, പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നോക്കുമ്പോൾ അത് പിന്നെയും പിന്നെ ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ക്യാമറ ഓൺ ചെയ്ത് വെച്ചാണ് കേട്ടോ. എന്തായാലും കറക്റ്റ് സംഭവം കിട്ടി. അപ്പോൾ പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കുറച്ചുകൂടെയൊക്കെ ആകുമ്പോഴത്തേക്കും ഡാൻസൊക്കെ പഠിപ്പിക്കാൻ വിടാൻ തോന്നുന്നു. അതിലൊരു ടാലൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. എനിവേ നമുക്കിന്നൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം രാവിലെ വീട്ടിലെ പണികളൊക്കെ ഒന്ന് ഒതുക്കി ഒരു 12:30 ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ദേ ഇവിടെ എത്തിയിട്ടോ. പാണത്തൂർ വെച്ചിട്ടായിരുന്നു, അവരുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വന്നു. പിന്നെ നമ്മൾ വന്ന സമയത്ത് കറക്റ്റ് നിക്കാഹിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. അതാണ് നേരത്തെ കണ്ടത്. നമ്മൾ പുറത്തൊരു ഓപ്പൺ സ്റ്റേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അത്. നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ദേ കുറച്ച് കുട്ടി സബ്സ്ക്രൈബേഴ്സ് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവരുടെ ഫോട്ടോസും വീഡിയോസൊക്കെ ഒന്ന് എടുത്തതാണ്. അപ്പോൾ ഇക്കായൊക്കെ അതേ ഫുഡൊക്കെ കഴിച്ച് നിൽക്കുന്നതാണ്. അവരുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കേട്ടോ. പിന്നെ നിധിമോൾക്ക് കുറച്ച് ഫുഡൊക്കെ വാരി കൊടുത്തിട്ട് അവളെ ഇക്കാനെ ഏൽപ്പിച്ചു. അങ്ങനെ ഞാനും ഉമ്മായും ഇരുന്ന് ഫുഡ് കഴിച്ചു. ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് എപ്പോഴും ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഞാനതാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാട്ടോ. അപ്പോൾ അതേ നിധിക്കുട്ടി ഇരിക്കുന്ന കണ്ടില്ലേ. ഇടയ്ക്ക് എൻ്റെ കുട്ടി ഇങ്ങനെ ഇരിക്കട്ടോ. എന്താണെന്ന് വെച്ചാൽ ആരോടെയൊക്കെ ഒന്ന് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 5-6 മിനിറ്റത്തേക്ക് ആരുടെയും മുഖത്ത് നോക്കാതെ ഇങ്ങനെ കുനിഞ്ഞിരിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി പെട്ടെന്ന് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ദേ ഇങ്ങോട്ടേക്ക് വന്നതാണ്. നമ്മളിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകാണ് കേട്ടോ. അപ്പോൾ അർജൻറ്റായിട്ട് എടുത്ത് തീർക്കേണ്ട ഒരു വീഡിയോ ആയിരുന്നു ഇത്. കാരണം ഇത് മീശമാധവനിലെ ഒരു സീനാണ് കേട്ടോ. ഇത് കുറേ ദിവസമായി ഇത് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പക്ഷേ ഓരോ തിരക്ക് കാരണം നടന്നില്ല. ഇത് എടുക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് നമ്മുടെ സുഖുവാണ് കേട്ടോ. സുഖുവാണ് അതിൽ ഹരിശ്രീ അശോകൻ്റെ ആ ഒരു ഇത് ചെയ്യുന്നത്. അപ്പോൾ സീൻ ഏതാണെന്ന് നിങ്ങൾക്കിത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ പുള്ളി ഡയലോഗ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പഠിച്ച് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. പക്ഷെ നമുക്ക് ഈ ഓരോ തിരക്കും കാരണം ഒന്നും നടക്കണ്ടായിരുന്നില്ല. പിന്നെ ഇതിന് ഈ വീഡിയോ എടുക്കുന്നതിന് ലൈറ്റിങ്ങും അതും ഇതും എല്ലാം നോക്കണമല്ലോ. അപ്പോൾ എന്തായാലും ഇന്ന് തിരിച്ചു പോകുമായതുകൊണ്ട് അതിന് മുമ്പ് ഇതൊന്ന് എടുത്ത് തീർത്തേക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഏകദേശം സംഭവങ്ങളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റത്തെ കുറച്ച് പോർഷൻ കൂടി എടുക്കാനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതും കൂടി എടുത്തു. വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇനിയിപ്പം എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കുമാണ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. ഇന്ന് വീഡിയോ കൂടുതൽ ക്ലിപ്പിങ്സ് എടുത്തത് ഇക്ക ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നും വന്നില്ല. ഇക്ക നല്ല അടിപൊളിയായിട്ട് എടുക്കുകയും ചെയ്തു. അതുമാത്രമല്ല ഡയലോഗൊക്കെ അത്യാവശ്യം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീർത്തു കേട്ടോ.